what to expect on your examination day. എക്സാമിനേഷൻ ഡേയിലേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തു, ലൈക്ക് സർട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. നൗ ഇറ്റ് കംസ് ഓൺ ദ ഡേ ഓഫ് എക്സാം. എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്? ലൈക്ക് ഫസ്റ്റ് വൺ ഇസ് ദ ജനറൽ ടിപ്സ്. ആസ് യു ഓൾ നോ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് മേക്ക് എവറിത്തിങ് റെഡി ബിഫോർ ദ ഡേ ഓഫ് എക്സാം. അന്ന് നമ്മൾ ഹറി ആവാതെ, ലൈക്ക് ഡേ ബിഫോർ ദി എക്സാം യു ഹാവ് ടു കീപ് യുവർ ബുക്സ് റെഡി. നമുക്ക് 3 ബുക്സ് ഉണ്ട്, ICD-10, CPTs, അതുപോലെ തന്നെ HEPICS. Like ICDs and HEPICS, you can use any publications, but for CPT, it is mandatory that you will be using the American Medical Association or AMA books. ഇനി നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്തു. നമ്മുടെ മെമ്പർഷിപ്പ്, ലൈക്ക് ദ മെമ്പർ ID എന്ന് പറയുമ്പോഴത്തേനും, ലൈക്ക് യുവർ നെയിം രജിസ്റ്റേർഡ് ഇൻ ദി എക്സാമിനേഷൻ ആൻഡ് ദി ID വിച്ച് യു ഹോൾഡ് ഷുഡ് ഹാവ് ദ സെയിം നെയിം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ പേരിനകത്ത് ലൈക്ക് കംപ്ലീറ്റ് നെയിം ഇറ്റ്സ് മെൻഷൻ ഇൻ യുവർ ID, അതുപോലെ നിങ്ങളുടെ എക്സാമിനേഷൻ അത് മെൻഷൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ പ്രോബ്ലം. സോ നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു ലൈക്ക് ഐഡന്റിഫിക്കേഷൻ ID ആൻഡ് നമ്മുടെ എക്സാമിനേഷനും നമ്മുടെ സെയിം നെയിം ആയിരിക്കണം രജിസ്റ്റർ ചെയ്യുന്ന. ആ ഒരു ടൈപ്പിലുള്ള ID വേണം നമ്മൾ ടേക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുക. ഇഫ് ഇറ്റ് ഇസ് എൻ എക്സാമിനേഷൻ സെന്റേഡ് എക്സാം, ലൈക്ക് നമ്മൾ നേരത്തെ തന്നെ അതിനുള്ള ലൈക്ക് എവിടാണ് എക്സാം നടക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി. ലൈക്ക് ഇപ്പോൾ ഒരു ട്രാഫിക് ഉള്ള പീക്ക് അവേഴ്സിലാണെന്നുണ്ടെങ്കിൽ, ഇഫ് ട്രാഫിക് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ടൈം എടുക്കും അവിടെ ചെല്ലാൻ വേണ്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ സെറ്റ് ആയതിനു ശേഷം ട്രൈ ടു റീച്ച് ദെയർ അറ്റ്ലീസ്റ്റ് 10 minutes ബിഫോർ ദി എക്സാം. അതുപോലെ തന്നെ ഇപ്പോൾ റിമോട്ട് എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കാലിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ പവർ, നമ്മുടെ ഇന്റർനെറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ. അതുപോലെ തന്നെ നമുക്കൊരു എക്സ്ട്രാ ലൈക്ക് വെബ് ക്യാം ആവശ്യമായിട്ടുണ്ട്. ലൈക്ക് ഇഫ് വി ആർ റൈറ്റിംഗ് ആ റിമോട്ട് എക്സാം, ഫോർ ദി പ്രോക്ടർ ടു വ്യൂ അവർ സറൗണ്ടിങ്സ്, ലൈക്ക് നമ്മൾ ഇരിക്കുന്ന ടേബിളും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹോൾ റൂം അവർക്ക് വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സ്ട്രാ വെബ് ക്യാം അവർ പറയുന്നുണ്ട്, ലൈക്ക് നമ്മൾ യൂസ് ചെയ്യണമെന്ന്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് റെഡിയാണോ, അതൊക്കെ വർക്കിംഗ് കണ്ടീഷൻസിലാണോ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ലൈക്ക് നമുക്ക് എക്സാമിനേഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മൾ എക്സാമിന് വേണ്ടി അപ്രോച്ച് ചെയ്യാൻ. സോ ദീസ് ആർ ദ ജനറൽ ടിപ്സ് ഫോർ ദ ഡേ ഓഫ് എക്സാം.